ദ്രോണ കോച്ചിങ്ങിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. LGS LDC പരീക്ഷകൾക്കും മറ്റ് PSC പരീക്ഷകൾക്കും തയ്യാറാകുന്നവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണിത്. മുൻകാല ചോദ്യങ്ങൾ, PSCയുടെ മുൻകാല ചോദ്യങ്ങളും പ്രതീക്ഷിത ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇതിൽ ചോദ്യങ്ങളിലേക്ക് കടക്കുന്നു. രാജ്യസഭയിലെ ആദ്യ വനിതാ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ആരായിരുന്നു? VS രമാദേവി ആയിരുന്നു. ഏറ്റവും കുറഞ്ഞ കാലം ഒരു സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി ആര് ആണ്? ജഗദാംബിക പാൽ. ഒരു ദിവസം. UPയിലാണ്, ഉത്തർപ്രദേശിൽ. വിസ്തീർണത്തിൽ ഏറ്റവും വലിയ ലോകസഭാ മണ്ഡലം ഏതാണ്? വിസ്തീർണത്തിൽ ഏറ്റവും വലിയ ലോകസഭാ മണ്ഡലം ഏതാണ്? ലഡാക്ക് ആണ്. ലഡാക്ക്. ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ലോകസഭാ മണ്ഡലം ഏതാണ്? ഔട്ടർ ഡൽഹി ആണ്. ഔട്ടർ ഡൽഹി. കൊല ചെയ്യപ്പെട്ട ആദ്യ മുഖ്യമന്ത്രി ആരാണ്? കൊല ചെയ്യപ്പെട്ട ആദ്യ മുഖ്യമന്ത്രി ആരാണ്? ബിയാൻ സിംഗ് ആണ്. രാജ്യസഭ ചെയർപേഴ്സണായ ആദ്യ വ്യക്തി ആര്? രാജ്യസഭ ചെയർപേഴ്സണായ ആദ്യ വ്യക്തി ആരാണ്? SV കൃഷ്ണമൂർത്തി ആണ്. SV കൃഷ്ണമൂർത്തി. പെൺകുട്ടികളുടെ വിവാഹപ്രായം 18ഉം ആൺകുട്ടികളുടെ വിവാഹപ്രായം 21ഉം ആക്കി വിവാഹ നിയമം പരിഷ്കരിച്ചത് എന്നാണ്? 1986. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി എത്ര വർഷമാണ്? 6 വർഷം. 6 വർഷമാണ്. കൂറുമാറ്റ നിരോധന നിയമം പാസാക്കിയ വർഷം? കൂറുമാറ്റ നിരോധന നിയമം പാസാക്കിയ വർഷം 1985 ആണ്. 1985. ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ലഭിച്ച സീറ്റുകൾ? ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ലഭിച്ച സീറ്റുകൾ 364 ആണ്. ഫോട്ടോ കോപ്പിയർ കണ്ടുപിടിച്ചത് ആര്? ഫോട്ടോ കോപ്പിയർ കണ്ടുപിടിച്ചത് ആര്? ചെസ്റ്റർ കാൾസൺ ആണ്. ചെസ്റ്റർ കാൾസൺ. ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? വാറൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു. ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ കാനിങ് പ്രഭു ആയിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി ആരായിരുന്നു? ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി ആരായിരുന്നു? കാനിങ് പ്രഭു ആണ്. ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി ആരായിരുന്നു? ലോർഡ് മൗണ്ട് ബാറ്റൻ ആയിരുന്നു. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൻ ആയിരുന്നു. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ഇന്ത്യൻ ഗവർണർ ജനറൽ ആരായിരുന്നു? C രാജഗോപാലാചാരി ആയിരുന്നു. C രാജഗോപാലാചാരി ആയിരുന്നു. സ്വതന്ത്ര ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? സ്വതന്ത്ര ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ C രാജഗോപാലാചാരി ആയിരുന്നു. സെല്ലുലാർ ഫോൺ കണ്ടുപിടിച്ചത് ആര്? സെല്ലുലാർ ഫോൺ കണ്ടുപിടിച്ചത് ആര്? മാർട്ടിൻ കൂപ്പർ ആണ്. മാർട്ടിൻ കൂപ്പർ സെല്ലുലാർ ഫോൺ കണ്ടുപിടിച്ചത്. മൈക്രോസോഫ്റ്റ് ഏത് വർഷമാണ് ആരംഭിച്ചത്? മൈക്രോസോഫ്റ്റ് ആരംഭിച്ചത് ഏത് വർഷമാണ്? 1975 ആണ്. സൈമൺ കമ്മീഷൻ വന്നത് ആരുടെ കാലത്ത് ആണ്? സൈമൺ കമ്മീഷൻ വന്നത് ആരുടെ കാലത്താണ്? ഇർവിൻ പ്രഭുവിന്റെ കാലത്ത്. ഒന്നാം വട്ടമേശ സമ്മേളനം നടന്ന സമയത്തെ ഭരണാധികാരി ആരായിരുന്നു? ഇർവിൻ പ്രഭു ആയിരുന്നു. ഇൽബർട്ട് ബിൽ കൊണ്ടുവന്നത് ആര്? ഇൽബർട്ട് ബിൽ കൊണ്ടുവന്നത് ആര്? റിപ്പൻ പ്രഭു ആണ്. പ്രാദേശിക ഭാഷാ പത്ര നിയമം കൊണ്ടുവന്നത് ആരാണ്? പ്രാദേശിക ഭാഷാ പത്ര നിയമം കൊണ്ടുവന്നത് ആരാണ്? ലിട്ടൺ പ്രഭു ആണ്. 2ഉം 3ഉം വട്ടമേശ സമ്മേളനങ്ങൾ നടന്നത് ആരുടെ ഭരണകാലത്താണ്? വെല്ലിംഗ്ടൺ പ്രഭുവിന്റെ ഭരണകാലത്ത്. ചേരികളുടെ വളർച്ചയ്ക്ക് കാരണമാകുന്നത് പാർപ്പിട ദൗർലഭ്യം ആണ്. ഇന്ത്യയിൽ ആദ്യമായി ഒരു ജനസംഖ്യാ നയം പ്രഖ്യാപിച്ചത് എന്ന്? 1976 ആണ്. ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള രാജ്യം ഏതാണ്? ജപ്പാൻ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പരുത്തിത്തുണി ഉൽപാദന കേന്ദ്രം ഏതാണ്? മുംബൈ ആണ്.
ഇന്ത്യയിൽ പരുത്തിത്തുണി വ്യവസായത്തിന് തുടക്കം കുറിച്ചത് കൊൽക്കത്തയ്ക്ക് സമീപത്തുള്ള ഏത് സ്ഥലത്താണ്? ഫോർട്ട് ഗ്ലാസ്റ്ററിൽ ആണ്. ഫോർട്ട് ഗ്ലാസ്റ്ററിൽ. ഇന്ത്യയിലെ ആദ്യത്തെ പട്ടുവസ്ത്ര നിർമ്മാണശാല ആരംഭിച്ചത് എവിടെയാണ്? ഹൗറയിൽ ആണ്. ഹൗറ. കൃഷി അധിഷ്ഠിത വ്യവസായങ്ങളിൽ രണ്ടാം സ്ഥാനം ഏതിനാണ്? കൃഷി അധിഷ്ഠിത വ്യവസായങ്ങളിൽ രണ്ടാം സ്ഥാനം ഏതിനാണ്? പഞ്ചസാര. ഭാരതത്തിന്റെ പരുത്തിത്തുണികളുടെ മേന്മയെക്കുറിച്ച് തന്റെ യാത്രാവിവരണങ്ങളിൽ രേഖപ്പെടുത്തിയ ലോക സഞ്ചാരി ആരായിരുന്നു? മാർക്കോ പോളോ ആയിരുന്നു. ആരവല്ലി നിരകളിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ആരവല്ലി നിരകളിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതായിരുന്നു? ഗുരുശിഖാർ ആയിരുന്നു. ഗുരുശിഖാർ. ഭാഗീരഥി നദിയും അളകനന്ദയും ഏത് സ്ഥലത്ത് വെച്ചാണ് സന്ധിക്കുന്നത്? ദേവപ്രയാഗിൽ വെച്ച് സന്ധിക്കുന്നു. ദേവപ്രയാഗിൽ വെച്ച്. ഇത്രയും ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ ആദ്യമായി കാണുന്നവർ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു.